എത്ര നേരം അവർ കാത്തിക്കുന്നത്, കുറേ നേരം അവരെപ്പോഴാ വരാ ആലോചിച്ചിട്ട്. സോ വെൽക്കം ടു കോഴിക്കോട് ബീച്ചിലേക്ക് സ്വാഗതം. ആൻഡ് കോഴിക്കോടിൽ ഇതിനു മുമ്പേ വന്നിട്ടുണ്ട്. ആൻഡ് എന്താണ് ഇന്നത്തെ ഈ ഒരു ഈവനിങ്ങിൽ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഞാൻ കോഴിക്കോട് ഇതിനു മുമ്പ് ഒരു തവണ അല്ല പലതവണ വന്നിട്ടുണ്ട്, ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബീച്ചിൽ തന്നെ ഞാൻ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടും വന്നിട്ടുണ്ട്. കിലോമീറ്റേഴ്സ് എന്നുള്ള സിനിമയുടെ ഒരു 2020 ക്ലബ് എഫ് എം ഉണ്ടായിരുന്നു. അതെ തീർച്ചയായിട്ടും. ഹലോ. അപ്പൊ ഇവിടെ എപ്പോഴും വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നതാണ്. ഹലോ. അപ്പൊ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഞാൻ എടുത്തു പറയുന്നത് അത് ഇനിയിപ്പോ ഒരു ക്ലീഷ ആയിരിക്കും. ഞാൻ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ വരുന്ന സമയത്ത് ആ ഒരു അൺകണ്ടീഷണൽ സ്നേഹവും ആ ഒരു നടികർ സിനിമാ സംഘത്തിലേക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മാതൃഭൂമി ഓപ്പറേഷൻസ് ഹെഡ് ദേവിക ശ്രേയാംസ് കുമാർ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദേവിക ശ്രേയാംസ് കുമാർ. എങ്ങനെയുണ്ട് കോഴിക്കോട് നമ്മളെ പിള്ളേർക്ക്? ഇത് കണ്ടോ, എത്ര നേരം അവരൊക്കെ കാത്തിക്കുന്നേ. ഹലോ മച്ചാമാരെ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ കാത്തിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. സോറി, ഈ പറഞ്ഞ പോലെ ഇവരുടെ തന്നെ പരിപാടികൾ ഉണ്ടായിരുന്നു. അത് സോറി മച്ചാൻ, ഇതിനോട് ഞാൻ പ്രത്യേക ക്ഷമ ചോദിക്കുന്നു. സോറി മച്ചാൻ. സോ പറയാനുള്ള ഒറ്റ കാര്യമാണ്, നമ്മൾ വന്നതിന്റെ മെയിൻ ഉദ്ദേശം ഇതാണ്. 3-ാം തീയതി നമ്മുടെ പടം റിലീസാണ്. നല്ല രസമുള്ള കലക്കം പടം. ആ ബേബി വന്നു. ഈ കൂട്ടത്തിലേക്ക് സിനിമയുടെ പ്രൊഡ്യൂസർ അലൻ ആന്റണിയെ കൂടി ക്ഷണിക്കുന്നു. സ്വാഗതം. അലൻ ആന്റണി, വെൽക്കം ടു കോഴിക്കോട്. സോ അലൻ ആന്റണിക്ക് 1 ഫാൻ ഫോളോവേഴ്സ് ആവുന്നുണ്ട് കേട്ടോ അവിടുന്ന്. അല്ല ഉണ്ട് കേട്ടോ, ഇല്ലേ? ഉണ്ട്. ഓക്കെ, സോ വെൽക്കം ടു കോഴിക്കോട്. എന്തൊക്കെയാണ് നടികർ വിശേഷങ്ങൾ? അതായത് ഈ വരുന്ന 3-ാം തീയതി റിലീസ് ആവാൻ വേണ്ടി പോവാണ്, പ്രൊഡ്യൂസറാണ്. സോ എന്താണ് ഇവരോട് പറയാനുള്ളത്? ആ സിനിമയ്ക്കും ഇതേ ആവേശത്തില് തിയേറ്ററിൽ നമ്മുടെ റെസ്പോൺസ് ടീം നടികർ ആഗ്രഹിക്കുന്നുണ്ട്. മെയ് 3-ാം തീയതി റിലീസാകാൻ പോകുന്ന സിനിമയുടെ പ്രൊമോഷണൽ ഇവന്റ് ആയിരുന്നു മാതൃഭൂമി ഇവന്റ്സും ക്ലബ് എഫ് എമ്മും ചേർന്ന് കോഴിക്കോട് കടപ്പുറത്ത് ഇപ്പോൾ നടത്തിയത്. അടിപൊളി മൊമെന്റ് അല്ലേ? ഇങ്ങനെയുള്ള ധാരാളം മൊമെന്റ്സ് നമുക്ക് നടികർ സിനിമയിൽ കാണാൻ പറ്റും തോന്നുന്നു അല്ലേ ചന്തു? ഇത്തരത്തിലുള്ള ഫാൻ മൊമെന്റ്സ് അല്ലേ ബാലു? ഫാൻ മൊമെന്റ്സ് കുറെ നടികർ സിനിമയിൽ കാണാൻ പറ്റും തോന്നുന്നു അല്ലേ? ഞാൻ ഡേവിഡ് പടിക്കലിന്റെ ഫാൻ ബോയ് ആണ് അഭിനയിക്കുന്നത്. ഓ പൊളി. അപ്പൊ ഈ ഇതൊക്കെണ്ടോ ഇങ്ങനെ സ്നേഹത്തിന്റെ നിമിഷങ്ങളാണ്. ഏതായാലും നമുക്ക് ഈ ചേർന്ന് നിൽക്കുന്ന എല്ലാ
കാലിൽ കൊടുത്ത്